ഏത് ജില്ലയിൽ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുവെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജ് വ്യക്തമാക്കി. ഇതിനായി സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഇങ്ങനെ ഏത് ജില്ലയിലാണെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം വേണം എന്നൊരു ആവശ്യം അത് ഏത് കോണിൽ നിന്ന് ഉയർന്നു? അതിലെ സാങ്കേതികമായ ബുദ്ധിമുട്ട് നിലവിൽ എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. അതിൽ നിന്നിൽ ഒരു വിധി ഉണ്ടാവുകയും കേരളത്തിൽ ഒരു ഏകീകൃത രീതിയിൽ എവിടെ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റണമെന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാം എന്ന് മാത്രമാണ് ഈ സർക്കുലറിൽ പറയുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ ഇനിയും സമയമെടുക്കും. കാരണം നിലവിൽ സാങ്കേതിക പരിമിതി വളരെ വലുതാണ്. നിലവിൽ RTOകളും സബ് RTOകളുമാണ് സംസ്ഥാനത്തുള്ളത്. KL01 മുതൽ KL14 വരെ വിവിധ ജില്ലകളിൽ RTOs ഉണ്ട്. ഒപ്പം സബ് RTO, അതായത് ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ സബ് RTOs ഉണ്ട്. ആ രീതിയിലാണ് വാഹനം രജിസ്റ്റർ ചെയ്ത് പോകുന്നത്. അതിന് വലിയ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും സാങ്കേതിക ക്രമീകരണങ്ങൾ പഠിക്കാൻ ഇപ്പോൾ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായ രാജീവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് ലഭിച്ച ശേഷം അത് പഠിച്ച ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്.